ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമായ നല്ല കർത്താവേ, ഈ മനോഹരമായ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. തിരുവല്ല വൈദിക ജില്ലയുടെ കൺവെൻഷൻ യോഗങ്ങളുടെ സമാപന നിമിഷങ്ങളിൽ ജില്ല മുഴുവനായി ഒരുമിച്ച് ഈ ദൈവാലയത്തിൻ്റെ ഉള്ളറയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് സ്തോത്രം. അല്പസമയം അവിടുത്തെ വചനം ഞങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ പരിപോഷിപ്പിക്കത്തക്കവണ്ണം ഇതിൻ്റെ വചനം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ തൃപ്തിപ്പെടുത്തണമേ. ആവോളം ഭക്ഷിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ അവിടുന്ന് കൃപ നൽകണം. യേശുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അഭിവന്യ തോമസ് കെ ഉമ്മൻ തിരുമേനി, തിരുവല്ല വൈദിക ജില്ലയുടെ ആദരണീയനായ ചെയർമാൻ സ്നേഹമുള്ള റവറൻഡ് ഡോക്ടർ പി കെ കുരുവിള അച്ഛൻ, ഈ ഇടവകയുടെ വികാരിയും എന്നെ വളരെയധികം സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനമുള്ള അലക്സ് പി ഉമ്മൻ അച്ഛൻ, ഞാൻ സ്നേഹിക്കുന്നതിന് ഉപരിയായി എന്നെ സ്നേഹിക്കുന്ന ബഹുമാനമുള്ള ടി ഒ ഉമ്മൻ അച്ഛൻ, മറ്റ് സഹാവൈദിക ശ്രേഷ്ഠരെ, സഭാ ശുശ്രൂഷകരെ, ഈ ജില്ലയുടെ വിവിധ സഭകളിൽ നിന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ തിരുവചന ശുശ്രൂഷിപ്പാനായിട്ട് എനിക്ക് അവസരം നൽകിയ ബഹുമാനമുള്ള ഡോക്ടർ പി കെ കുരുവിള അച്ഛനോടുള്ള സ്നേഹവും ആദരവും നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്കിന്ന് ചിന്തയ്ക്കായിട്ട് നൽകിയിട്ടുള്ള വിഷയം വൺ ലോർഡ് വൺ ബാപ്റ്റിസം, ഒരു കർത്താവും ഒരു സ്നാനവും. പെരുമ്പടവം ശ്രീധരൻ എന്ന പ്രസിദ്ധനായ നോവൽ രചയിതാവ് 1993 അദ്ദേഹം എഴുതിയ ഒരു നോവലാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ അനേകം പുരസ്കാരങ്ങൾ ലഭിച്ചതും ലക്ഷക്കണക്കിന് കോപ്പികൾ ഇപ്പോഴും വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഒരു നോവലാണ് ഈ നോവൽ. ഈ നോവൽ രചിക്കപ്പെട്ടിരിക്കുന്നത് വിഖ്യാതനായ റഷ്യൻ സാഹിത്യകാരനായിരുന്ന ദോസ്തോവ്സ്കിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്നയുടെയും ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ നോവലിൻ്റെ ഒരു പ്രധാന ഭാഗത്ത് ദോസ്തോവ്സ്കിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഇങ്ങനെ ഞാൻ വായിക്കാനിടയായി. ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ചൂതുകളിയിൽ വളരെ താല്പര്യമുള്ള ദോസ്തോവ്സ്കി ഒരു ദിവസം ചൂതുകളിയെല്ലാം കഴിഞ്ഞ് പരാജയപ്പെട്ട് വളരെ നിരാശനായി ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. മടക്കയാത്രയിൽ എന്നും രാത്രിയിൽ സമയം കഴിഞ്ഞും തുറന്നിരിക്കുന്ന ഒരു മദ്യഷോപ്പുണ്ട്. അദ്ദേഹം അവിടെ കയറി മദ്യപിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ മുൻപ് മദ്യപിച്ചു കൊണ്ടിരുന്ന ഒരാൾ ദോസ്തോവ്സ്കിയോട് ചോദിച്ചു, തനിച്ചേ ഉള്ളോ? അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ ഭാവാത്മകമായി പെരുമ്പടവം ശ്രീധരൻ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അല്ല, അല്പം മുമ്പ് വരെ എന്നോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. ഞാനിത് പറയാനുള്ള കാരണം, ദൈവത്തെ പുറത്തു നിർത്തി നമുക്ക് ഇഷ്ടമുള്ളിടത്തും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതുമായ കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥ ഒരാളുടെയും ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പറയുവാനായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉറപ്പും ധൈര്യവും പ്രത്യാശയും യേശു ക്രിസ്തു ആയിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ ഇമ്മാനുവേലായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ബലവത്തായ അനുഭവങ്ങൾ. നമ്മുടെ വീഴ്ച താഴ്ചകളിൽ ദൂരസ്ഥനായിരിക്കുന്ന ഒരു ആളല്ല നമ്മുടെ ദൈവം. സങ്കടങ്ങളിൽ കൂടിയിരിക്കുന്നവനും സന്തോഷത്തിൽ പങ്കുചേരുന്നവനും നമ്മുടെ കർമ്മമേഖലകളിൽ നമ്മോടൊപ്പം പ്രവർത്തിക്കുന്നവനുമായൊരു ദൈവമാണ്. ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്ന ഒരു പ്രസിദ്ധമായ ഗാനം നമ്മൾ കേട്ടിട്ടുണ്ട്. വാക്ക് വിത്ത് ക്രൈസ്റ്റ്
ആൻഡ് ലൈറ്റ്. വെളിച്ചത്തോടൊപ്പം നടക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിനോടൊപ്പം നടക്കുക എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ ലൈറ്റ് നമ്മൾ കാണുമ്പോൾ പച്ചയും ചുവപ്പും മഞ്ഞയും നിറങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ യാത്രയുടെ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ യേശുവിനോട് കൂടെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ടത് ചെയ്യാനും ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കാനും അല്പം നിൽക്കേണ്ടതായ സമയത്ത് നിൽക്കാനും ഉള്ള അനുഭവമാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ക്രൈസ്തവ സഭ ഏക കർത്താവിൽ വിശ്വസിക്കുന്നത് പോലെ ഏതൊരു ദൈവവിശ്വാസിയും ഒരേ ദൈവത്തിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. ഹോ ക്യൂറിയോസ് എന്ന ഒരു പദം നമ്മൾ കേട്ടിട്ടുണ്ട്. ലോർഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ അത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കണം. തോമസ് അപ്പോസ്തലൻ പറയുന്നത് മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് ആൻഡ് മൈ സേവ്യർ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 20:28. യഹോവ സർവ്വഭൂമിയുടെയും കർത്താവാണ്. യഹോവയുടെ നാമം വൃഥ എടുക്കരുത് എന്നുള്ള കൽപ്പന ഉള്ളതുകൊണ്ടായിരിക്കണം യഹൂദന്മാർ യഹോവ എന്നുള്ള ഭാഗം വായിക്കേണ്ട സ്ഥാനങ്ങളിൽ അഡോനായി എന്നുള്ള പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് യഹോവ എന്ന് വായിക്കേണ്ടതായ സന്ദർഭങ്ങളിലെല്ലാം അവർ അഡോനായി എന്ന് അഭിസംബോധന ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. കുറിയോസ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ലോർഡ് അല്ലെങ്കിൽ മാസ്റ്റർ, ഗോഡ് എന്നാണ് അർത്ഥം. അഡോനായി എന്ന് പറയുന്ന വാക്കിന് റൂളർ അല്ലെങ്കിൽ മാസ്റ്റർ, കവനന്റ് നെയിം ഓഫ് ഗോഡ് എന്ന് പറയാം, ഉടമ്പടി നാമം. ഗോഡ് എലോഹിം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്, ദ മൈറ്റി വൺ എന്നാണ് അതിനർത്ഥം. കുറിയേലൈസോൻ എന്ന ഒരു പദം നമ്മൾ കേട്ടിട്ടുണ്ട്, ലോർഡ് ഹാവ് മേഴ്സി എന്നാണ് അതിനർത്ഥം. നമ്മുടെ ആരാധനയിലും കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. യേശുവിനെ കർത്താവായി അംഗീകരിക്കുക എന്നുള്ളത് വിശ്വാസ പ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ കാതലായ ഒന്നാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2:36 കാണുന്ന പത്രോസിൻ്റെ 1-ാം പ്രസംഗത്തിൽ ഗോഡ് മെയ്ഡ് ദിസ് ജീസസ് whom you crucified both Lord and Christ എന്നാണ് പറയുന്നത്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, ദൈവവും പിതാവുമായവൻ ഒരുവൻ. ആത്മാവിനെ എല്ലാവരിലും പകർന്ന ദൈവം നമ്മിലും പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇന്നത്തെ വേദ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒന്നാമതായി സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു കേട്ടു. ഏക ആത്മാവിലാൽ നിറയ്ക്കുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവജനത്തെ നയിക്കുന്നതായിട്ടുള്ള മോശയുടെ മുമ്പാകെ അവർക്ക് ഇറച്ചി തീർന്നു പോയപ്പോൾ, അവർക്ക് ഭക്ഷണത്തിൽ കുറവ് വന്നപ്പോൾ അവർ വിലപിക്കാൻ തുടങ്ങി, പെറുപെറുക്കാൻ തുടങ്ങി. ഞങ്ങൾ മിസ്രൈമിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് മത്തങ്ങയും വെള്ളരിക്കയും തുടങ്ങി അടിമത്തം ഉണ്ടായിരുന്നെങ്കിലും വിഭവസമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടായിരുന്നു. പക്ഷെ നീ ഞങ്ങളെ നയിച്ചുകൊണ്ട് വരുന്നതായ സമയത്ത് ഇതൊന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞു. ഇത് കേട്ട് ക്ഷുഭിതനായ മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, ഈ ജനത്തിനെല്ലാം കൂടെ എത്ര ആടുമാടുകളെ അറുത്താലാണ് ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കുക? ഇവരുടെ നിലവിളി കേട്ട് ഞാനൊരു പ്രസവവേദനപ്പെടുന്നൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ ഇവരുടെ നിലവിളി കേട്ട് ഇത്രമാത്രം മാനസിക ഭാരം അനുഭവിക്കുവാൻ ഞാൻ ഇവരെയെല്ലാം പ്രസവിച്ചുവോ അല്ലെങ്കിൽ ഗർഭം ധരിച്ചുവോ എന്നുള്ള അർത്ഥത്തിൽ മോശ ദൈവത്തോട് പരാതിപ്പെടുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹോവയായ ദൈവം അതിന് മുമ്പുള്ളതായ ഭാഗങ്ങൾ കൂടെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മോശയോട് പറയുകയാണ്, നിൻ്റെ ദൗത്യത്തിൽ, നിൻ്റെ ശുശ്രൂഷയിൽ നീ തന്നെ പല കാര്യങ്ങളും ചെയ്ത് ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകൾ നിനക്കുള്ളത് കൊണ്ട് ഞാൻ 70 പേരെ നിന്നെ അസിസ്റ്റ് ചെയ്യുവാനായിട്ട് പുതുതായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ യഹോവയായ ദൈവം 70 പേരെ നിയമിച്ചു. അവിടെ എഴുതിയിരിക്കുന്ന മോശയുടെ ജീവിതത്തിൽ മോശയിലുള്ള ആത്മാവിൻ്റെ കുറച്ച് ഭാഗമെടുത്ത് ഈ 70 പേർക്കായിട്ട് വീതം വെച്ചു.
അങ്ങനെ അവരെല്ലാം പ്രവചിക്കാൻ തുടങ്ങി എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. പ്രവാചകന്മാരായിട്ട് മാറുകയാണ്. ഈ സമയത്ത് പാളയത്തിന് പുറത്തുള്ളതായ രണ്ടാളുകൾ പ്രവചിക്കുന്നു എന്ന് കേട്ട ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് പറയുകയാണ് മോശയോട്, ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട 70 പേരല്ലാതെ ഇതാ പുറത്തുനിന്ന് 2 പേര് അവർ പ്രവചിക്കുന്നു. അപ്പോൾ മോശ പറയുന്നുണ്ട്, എല്ലാവരും പാളയത്തിനുള്ളിലുള്ളവരും പുറത്തുള്ളവരും പ്രവചിക്കണം എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ദൈവവചനം നമ്മൾ വായിക്കുന്ന സമയത്ത് സകലത്തിൻ്റെയും കർത്താവായിരിക്കുന്ന യേശു പാളയത്തിനുള്ളിൽ മാത്രമല്ല പാളയത്തിന് പുറത്തുള്ളവരെയും, നമ്മൾ പുതിയ നിയമ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന പോലെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാകുന്നല്ലോ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും എന്ന് പറയുന്നതായ ചിന്തകൾ. ഈ ഒരു അനുഭവത്തിലേക്ക് വരത്തക്കവണ്ണം പാളയത്തിന് പുറത്തുള്ളവരിലേക്കും സകല ജാതികളിൽ നീതി പ്രവർത്തിക്കുന്ന സകലിലേക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപകൾ ഒഴുകിയെത്തും എന്നുള്ളതായ ചിന്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ്റെ വിലാപത്തിന് കൊടുക്കുന്നതായ ഉത്തരം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് ചുരുങ്ങിയ ഒരു ഗ്രൂപ്പിൽ മാത്രം നിലനിർത്തുവാനായിട്ടുള്ളതല്ല. അത് സകല മനുഷ്യരിലേക്കും വ്യാപരിക്കുകയും അവരിലൂടെ ദൈവനാമം മഹത്വപ്പെടുകയും ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഈ ലോകത്തിൽ നടത്തപ്പെടുകയും ചെയ്യണം എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരാഗ്രഹമായി നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളിൽ പകരുന്ന പിതാവിൻ്റെ ആത്മാവത്രേ എന്ന് ശിഷ്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. മറിയയുടെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 35 വർഷം മുമ്പ്, അതായത് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം ഈ ലോകത്തിലേക്ക് സകല മനുഷ്യരിലേക്ക് പകരപ്പെടുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് 35 വർഷം മുമ്പ് മറിയ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞതായിട്ടും ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് ഒരു പരിധി വയ്ക്കാനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതില്ല. അത് ദൈവത്തിൻ്റെ കൃപയിൽ അധിഷ്ഠിതമാണ്. ദൈവം സകല ജാതികളിന്മേലും നീതി പ്രവർത്തിക്കുന്ന ഏവരുടെ മേലും പാളയത്തിന് പുറത്തുള്ളവരുടെ മേലും തൻ്റെ ആത്മാവിനെ പകർന്ന് തൻ്റെ ദൗത്യ നിർവഹണത്തിന് ഉപയോഗിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകർന്നതായിട്ടുള്ള ഈ നാളുകളിൽ സഭയ്ക്ക് നൽകുന്നതായ വിവിധ ശുശ്രൂഷകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരുപക്ഷെ മോശയ്ക്ക് കൊടുത്തിരുന്നതായ സകല ഉത്തരവാദിത്വം നിർവഹിപ്പാൻ തക്കവണ്ണം അത്രയും ആത്മാവിൻ്റെ ശക്തി ആവശ്യമില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കണം ഈ 70 പേരിലേക്ക് അവരുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ഒരുപക്ഷെ അതൊരു വൺ ടൈം പ്രോഗ്രാമായിട്ട് നമ്മുടെ കാണുന്നത് എങ്കിൽ തന്നെയും ആത്മാവിനെ അവർക്കായി നൽകിയതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ വായിക്കും. നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് നൽകുന്നതായ ശുശ്രൂഷകൾക്ക് ഒരുപക്ഷെ നമുക്ക് ആവശ്യമുള്ളതായ പരിശുദ്ധാത്മാവിൻ്റെ കൃപ, ആത്മാവിൻ്റെ ശക്തി ദൈവം നമുക്ക് നൽകുന്നതാണ്. ഏലിയാവിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം ഏലിയാവിനെ പിന്തുടരുന്നതായിട്ടുള്ള എലിശ ദൈവസന്നിധിയിൽ പറയുന്നുണ്ട്, ഏലിയാവിനോട് പറയുന്നുണ്ട്, നിൻ്റെ പിൻഗാമിയായിട്ട് ഞാൻ വരുമ്പോൾ നിന്നെപ്പോലെ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള ശക്തിയും ബലമൊന്നും എനിക്കില്ല. ഞാനൊരു വലിയ ബലഹീനനായ മനുഷ്യനാണ്. അതുകൊണ്ട് നീ എന്നെ വിട്ട് പോകുന്നതായ സമയത്ത് എന്നെ ഈ ദൗത്യം ഫലമേൽപ്പിക്കുമ്പോൾ നിനക്ക് ലഭിച്ചിട്ടുള്ള ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്, ഡബിൾ പോർഷൻ എനിക്ക് തരണമേ എന്ന് പറയുന്നുണ്ട്. ഏലിയാവ് പറഞ്ഞു, ഞാൻ എടുക്കപ്പെടും മുമ്പേ നിനക്ക് കണ്ണുകൊണ്ട് ഞാൻ എടുക്കപ്പെടുന്നതായ ദൃശ്യം കാണാൻ സാധിക്കുന്നെങ്കിൽ നിൻ്റെ ആഗ്രഹം പോലെ നടക്കും എന്ന് പറയുന്നു. നമുക്കറിയാം ആ രംഗത്തിൻ്റെ അവസാന ഭാഗത്ത് ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ അവൻ്റെ പുതപ്പ് കയറി പിടിച്ചതായിട്ടുള്ള എലിശായുടെ മേൽ ആ പുതപ്പ് വീണു. നമ്മൾ പാട്ട് കേട്ടിട്ടുള്ള ഏലിയാവിൻ പുതപ്പ് ഇവിടെ നിൻ്റെ വിശ്വാസ ശോധനയിൽ. നമ്മുടെ ജീവിതത്തിൻ്റെ പരിശോധനകളിൽ, നമ്മുടെ ജീവിതത്തിൻ്റേതായിട്ടുള്ള അനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവം നൽകുന്ന ആത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് ആവശ്യമുള്ള ശുശ്രൂഷയ്ക്ക് അനുസൃതമായി വലിയവനായ ദൈവം നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നതായിട്ടുള്ള ചിന്ത. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത് സകലരുടെ മേലും പകരപ്പെടുന്നതായ ദൈവത്തിൻ്റെ ആത്മാവ്. രണ്ടാമതായി കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങൾ. ഏകജനമായി നയിക്കുന്ന കർത്താവിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഇസ്രായേൽ ജനം ദൈവ സാന്നിധ്യമുള്ളവരും മേഘത്താൽ മൂടപ്പെട്ടും പൂർണ്ണമായും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വെള്ളത്താലും പരിശുദ്ധാത്മാവിനുമുള്ള സ്നാനത്തിൻ്റെ അതേ അർത്ഥത്തിലാണ് ഈ ഭാഗത്ത് ഇത് വിവരിക്കുന്നത്. ഒരേ ആത്മീയ ആഹാരം, അതായത് സ്വർഗീയ മന്ന, പാറയിലെ അത്ഭുത ജലം കുടിച്ചു എന്നും അവിടെ കാണുന്നു. ദൈവത്തിൻ്റെ വിലയേറിയതായ സംരക്ഷണം അവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു.
എങ്കിലും അവർ തെറ്റിപ്പോയവരും പിറുപിറുത്തവരും ആയിപ്പോയപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചതായിട്ട് കാണുന്നുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയെ നോക്കുന്ന സമയത്ത് അവർ പറയുന്നു, വി ഹാവ് ബീൻ ബാപ്റ്റൈസ്ഡ്, ഞങ്ങൾ സ്നാനപ്പെട്ടവരാണ്. Therefore one with Christ, അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നാണ്. We have partaken of the sacrament, അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ കൂദാശയുടെ ഭാഗമായിട്ട് ഞങ്ങൾ തീർന്നിരിക്കുന്നു. We are in him, ഞങ്ങളെല്ലാവരും യേശുവിലായിരിക്കുന്നു. He is in us, അവൻ ഞങ്ങളിലായിരിക്കുന്നു. Therefore we are quite safe, ഞങ്ങൾ വളരെ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ സ്നാനപ്പെട്ടവരാണ്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവരാണ് എന്നതുകൊണ്ട് അവർക്കൊരു വലിയ ഓവർ കോൺഫിഡൻസ്, അമിതമായ ആത്മവിശ്വാസമുള്ളവരായിരുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, ഇത് വലിയൊരു ഡേഞ്ചറാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ വലിയ കൃപകൾ, പൗലോസ് പറയുന്നു, സെൻറ്റ് പോൾ വാൺസ് ഓഫ് ദി ഡേഞ്ചർ ഓഫ് ഓവർ കോൺഫിഡൻസ്. കൊരിന്ത്യ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അതാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ സ്നാനമേറ്റതായിരിക്കുന്ന നാം യേശുവിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. യേശു മരിച്ച് അടക്കപ്പെട്ടതുപോലെ നാം മരിച്ചടക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് പുതിയ മനുഷ്യരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ബാപ്റ്റിസത്തിലൂടെ നമ്മൾ യേശുക്രിസ്തുവിൽ ഒന്നായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു സ്നാനം എന്ന് പറയുന്നു. നമുക്ക് തന്നിട്ടുള്ള വേദഭാഗങ്ങൾ അനുസരിച്ച് സ്നാനം എങ്ങനെ നടത്തണമെന്നോ, എങ്ങനെയായിരിക്കണം, ശിശുക്കളായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായതിനു ശേഷമോ, ഇതൊന്നും നമ്മൾ പരാമർശിക്കേണ്ട കാര്യമില്ല. കാരണം അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, രക്ഷാസൈന്യം ഒഴികെയുള്ള എല്ലാ സഭകളും അംഗീകരിച്ചിട്ടുള്ള സക്രമന്താണ് സ്നാനം എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ നടത്തിപ്പുകളെക്കുറിച്ചല്ല ഇന്നത്തെ വേദഭാഗത്ത് വൺ ബാപ്റ്റിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്നാനമേറ്റവരായി നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്നതുകൊണ്ട് വൺ ക്രൈസ്റ്റ് അല്ലെങ്കിൽ വൺ ലോഡ് എന്ന് പറയുന്ന പോലെ വൺ ബാപ്റ്റിസം, നമുക്ക് ഒരു ബാപ്റ്റിസമേ ഉള്ളൂ. അത് ഒന്നിലധികം പ്രാവശ്യം എടുക്കുന്നത് കൊണ്ട്, പല സഭകളിൽ പോയി എടുക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ശിശുവായിരിക്കുമ്പോൾ മാമോദിസ മുങ്ങി എന്ന് പറഞ്ഞാലും, പ്രായപൂർത്തിയായ ശേഷമാണ് നമ്മൾ മാമോദിസപ്പെട്ടത് എന്ന് പറഞ്ഞാലും, ഒരിക്കൽ മാത്രം മാമോദിസ എന്നുള്ളത് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ മാമോദിസയിലൂടെ, ഈ ബാപ്റ്റിസത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് നാം ചേർന്നതുകൊണ്ട് നാം വൺ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു എന്നുള്ളതാണ്. അവസാനമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് നമ്മളിന്ന് വായിച്ചു കേട്ടതായ സുവിശേഷ വേദഭാഗം. അവിടെ ഞാൻ വാതിലാകുന്നു എന്നും ഞാൻ ഇടയനാകുന്നു എന്നുമുള്ള അയാം സെയിങ്സിലെ 2 പ്രധാനപ്പെട്ടതായ പ്രസ്താവനകൾ യേശുക്രിസ്തു പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ വളരെ പ്രധാനമായിട്ട് പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഇടയൻ എന്നുള്ള ഒരു പ്രത്യേക പദം അവിടെ ഉപയോഗിച്ചിട്ട് പറയുന്നു, ഞാൻ ജീവനെ കൊടുക്കുന്ന ഇടയനാണ്. നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ, അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ വന്നിരിക്കുന്ന ഇടയനാണ്. ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വരുവാനായിട്ടിടയായിത്തീരും. 23-ാം സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചപ്പോൾ ദാവീദ് പറയുന്നു, ഞാൻ കൂരിൽ താഴ്വിൽ കൂടെ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഇടയൻ്റെ രക്തം വീണതായ പാതകളിലൂടെയാണ് ഒരു വിശ്വാസിയുടെ നടത്തം. അവൻ കൂരിൽ താഴ്വിൽ നിൽക്കുന്നു എന്നല്ല ദാവീദ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ കൂരിൽ താഴ്വിൽ കൂടി നടന്നാലും എന്നാണ്. എന്ന് പറഞ്ഞാൽ യേശുവിനോടൊപ്പം, എൻ്റെ രക്ഷകനോടൊപ്പം, എൻ്റെ ഇടയനോടൊപ്പം കൂരിൽ താഴ്വരയിലെ ഇടയൻ്റെ രക്തം വീണ പാതകളിലൂടെ ഞാൻ ചുവടുകൾ വെച്ച് മുന്നേറുകയാണ്. ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുകയല്ല. കാരണം എന്നെ നയിക്കുന്നതായിട്ടുള്ള ഇടയൻ എന്നെ കൊണ്ടുപോകുന്നത് ഇരുട്ടിൻ്റെ അവസ്ഥകളിലൂടെ സ്ഥിരമായി വസിക്കാൻ വേണ്ടിയില്ല, ഇരുട്ടിനപ്പുറത്ത്, താഴ്വരയ്ക്കപ്പുറത്തുള്ളതായ പച്ചയായ പുൽമേടുകളിലേക്കാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിരാശകളും ഭാരങ്ങളും ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാത്തതായ ജീവിതാനുഭവങ്ങളും വരുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നതായ പാത ഒരുപക്ഷെ നമുക്ക് ആദ്യമായിരിക്കും. നമ്മൾ ആ ഇരുട്ടിനുള്ളിൽ നിൽക്കുമ്പോൾ പുറത്തുള്ളവർക്കോ നമുക്കോ മറ്റാരെയും ഒരുപക്ഷെ കണ്ടില്ല എന്ന് വരാം. എന്നാൽ ഇടയൻ സഞ്ചരിക്കുന്ന പാതകൾ ഇടയന് മുൻപരിചയമുള്ള പാതകളാണ്, നമുക്കാണ് പരിചയമില്ലാത്തത്. അതുകൊണ്ട് യേശു എന്ന ഇടയൻ കൂരിൽ താഴ്വിൽ കൂടി നടക്കുമ്പോൾ ദാവീദ് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് അവൻ നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ വെല്ലുവിളികൾക്ക് നടുവിൽ, പ്രതികൂലങ്ങൾക്ക് നടുവിൽ, നിരാശകൾക്ക് നടുവിൽ ജീവിതം അവസാനിപ്പിക്കാമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതായ വേളയിൽ നമ്മുടെ ഈ കൂരിലിൻ്റെ അനുഭവങ്ങൾക്കപ്പുറം
ഒരു പുൽമേട് ഒരുക്കുന്നതായ, പുൽമേടിലേക്ക് നമ്മളെ നയിക്കുന്നതായിട്ടുള്ള ഒരു കർത്താവുണ്ട്. അവനാണ് നമ്മുടെ ഇടയൻ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ഈ നാളുകൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ ഇമ്പകരമായ ശബ്ദം, അതിശക്തമായിട്ടുള്ള വചനം ആത്മാവിൽ ശ്രവിപ്പാനായിട്ട് ഇടയായി തീർന്നു. ആ വചനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇനിയും നമ്മളെ സമാപന സമ്മേളനത്തിലും ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മെ സകലരെയും നമ്മിലേക്ക് അടുപ്പിക്കുന്നതായിട്ടുള്ള ഈ സുവിശേഷ ഭാഗത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ തൊഴുത്തിന് വെളിയിലുള്ളതായ പുറത്തുള്ള ആടുകളെയും ഞാൻ ശ്രദ്ധിക്കുന്നു, അവരെയും നോക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നമ്മളിന്ന് വായിച്ചതായിട്ടുള്ള പഴയ നിയമ ഭാഗത്ത് പറഞ്ഞ അതേ ഒരു ആശയം തന്നെയായിട്ട് നമുക്കതിനെ കണക്കാക്കാൻ സാധിക്കും. നമുക്ക് മാത്രമല്ല, സകല മനുഷ്യരിലേക്കും ദൈവത്തിൻ്റെ രക്ഷയും ആത്മാവിൻ്റെ വ്യാപാരവും ഉണ്ടാകുവാനായിട്ട് ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകലമേലും പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. അതുകൊണ്ട് ഏക കർത്താവിലും ഏക സ്നാനത്തിലൂടെയും കർത്താവിങ്കിലേക്കുള്ള ഐക്യതയിലേക്ക്, ഏകതയിലേക്ക് നാം കടന്നു വന്ന് ദൈവജനമായി ഒരുമിച്ച് ജീവിച്ച് ദൈവനാമത്തിന് മഹത്വം കൊടുക്കുവാൻ നമ്മെ തന്നെ ദൈവസ്ഥ നമുക്ക് ഭരമേൽപ്പിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.